എൻ്റെ പപ്പ ഒരു സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. അത് നമുക്ക് കുക്ക് ചെയ്യാം. പക്ഷേ അത് ഹോട്ടലൊക്കെയാണ് നമ്മൾ സാധാരണ പോയി കഴിക്കുന്നത്. ഇപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് ആ വീഡിയോ നടക്കാം. നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കി കഴിഞ്ഞു. അടുത്ത് നമ്മൾ സോസേജ് ഉണ്ടാക്കാം. നമ്മുടെ സോസേജ് അപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുന്നുണ്ട്. ഇത് നന്നായിട്ട് കുക്ക് ചെയ്ത് വരുമ്പോൾ ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. അത് കഴിഞ്ഞാൽ നമ്മൾ നെഗറ്റ്സ് ഇട്ട് കൊടുക്കുക. നെഗറ്റ്സ് നന്നായിട്ട് ഫ്രൈ ചെയ്ത് ഒക്കെ വരുമ്പോൾ നമ്മൾ അതും എന്ത് ചെയ്യുക, പ്ലേറ്റിലേക്ക് മാറ്റി ഇട്ട് കൊടുക്കുക. പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ പിരി ഒരു മസാല ഫ്രഞ്ച് ഫ്രൈസിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഒന്ന് ഇതാക്കി ചെയ്തിട്ട് നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്ന ഒരു സോസ് പറഞ്ഞാൽ ഒരു സോസ് അതും നമ്മൾ മുമ്പേ കൂട്ടി മേടിച്ച് അത് കഴിഞ്ഞിട്ട് നമുക്ക് കഴിച്ചു തുടങ്ങാം. വാവ്, നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്കിനി നഗറ്റ്സ് നോക്കാം കേട്ടോ. അടിപൊളി, വാവ്. ഋതുവിന് ശകലം മസാല ഇല്ലാതെ ഫ്രഞ്ച് ഫ്രൈസ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് അവനെ തിന്നാൻ പോവാം കേട്ടോ. ഋതുവിന് ഇഷ്ടപ്പെട്ടോ? ഋതുവിന് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ബൈ.